ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കണ സമയത്ത് നമുക്കൊരു സിനിമ കണ്ടാലും തോന്നി. അങ്ങനെ ഞങ്ങൾ ടി വിയിലൊരു സിനിമ കിട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അങ്ങോട്ട് സെറ്റ് ആവണില്ല. എന്നാൽ പിന്നെ പുറത്തൊന്ന് പോയിട്ട് വന്നാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് സത്യം എന്ന്. ഒരിക്കലുമല്ല, സിനിമ കണ്ടതൊക്കെ സത്യം തന്നെ. പക്ഷേ പെട്ടെന്ന് തോന്നിച്ച ചിന്തയൊന്നുമല്ല ഇത്. നമ്മൾ മുന്നിൽ തന്നെ പ്ലാൻ ഇട്ടതായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നേരെ അനിയത്തിയെടുത്ത് പോവുക, അവളെ പോവുക അതായിരുന്നു പ്ലാനിങ്. അങ്ങനെ ഞങ്ങൾ അവളെ പൊക്കി ഇങ്ങനെ നേരെ പോവുകയാണ്. അപ്പോൾ അപ്പുറത്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നോക്കി ഏതെങ്കിലും ഒരു കട കിട്ടി എന്തെങ്കിലും തട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു കട നമ്മൾ കാണുന്നത്, ഷേക്ക് ഇറ്റ്. അപ്പോൾ ഈ കട എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലപ്പാട് പോകും വഴി ആനവേണി സെൻറ്ററിലെ അതിൻ്റെ അവിടെയാണ്. അപ്പോൾ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തരാൻ എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിങ്ങൾ ഏടമുട്ടയിൽ നിന്ന് വലപ്പാട് പോകുന്ന മെയിൻ വഴിയിൽ പോകുമ്പോൾ എന്തായാലും ഈ കളർ കണ്ടിട്ട് നിങ്ങൾ നിർത്തും, അത് ഉറപ്പാണ്. ഇത്രയൊക്കെ പൊക്കിയടിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവരെനിക്ക് പ്രൊമോഷൻ വന്നു. ഒരിക്കലും അല്ല. എനിക്ക് ഇവിടെ എത്തിയപ്പോൾ എന്തോ വീഡിയോ എടുക്കണം എന്നങ്ങോട്ട് തോന്നി. പിന്നെ പറയണ്ടല്ലോ, എനിക്ക് പുതിയ ഫോൺ വാങ്ങി തന്ന കാരണം പിന്നെ അതിൻ്റെ ചെറിയ കുന്തളിപ്പുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. കാരണം നമ്മളപ്പം തന്നെയാണല്ലോ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഷേക്കും പിന്നെ ഒരു സെറ്റ് മോമോസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും, അതാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഷോ. അതല്ല, നമുക്കറിയാമല്ലോ, നമ്മളത് മുന്നേ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ മെനു കാർഡിൽ ഇല്ലാത്ത എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ട്. മോമോസൊന്നും മെനു കാർഡിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ കത്തിയപ്പം പുളിവടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഷേക്ക് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ ഷാർജ ഷേക്കിന് 45 രൂപയാണ് വില. പിന്നെ നമ്മൾ പറഞ്ഞത് കിറ്റ്കാറ്റിൻ്റെ ഷേക്കായിരുന്നു, അതിന് 80 രൂപയാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും ശരി, ഏതൊക്കെ സ്ഥലത്ത് പോയാലും ശരി, ഷാർജ ഷേക്ക് മാത്രമേ പറയാറുള്ളൂ. കാരണം എനിക്കെന്തോ ഷാർജ ഷേക്കിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതില്ലാണ്ടൊരു പരിപാടിയില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിറ്റ്കാറ്റ് ആയതുകൊണ്ട് അത് അവർക്കാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ പറയുമ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനൊരു ചോക്ലേറ്റ് ലവറൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ചോക്ലേറ്റിൻ്റെ ഐറ്റംസിനോട്, അത് ഷേക്കാണെങ്കിലും ശരി ഐസ്ക്രീം ആണെങ്കിലും ശരി, അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, പേഴ്സണലി പറയുകയാണെങ്കിൽ ഞങ്ങൾ വന്ന 3 ആൾക്കും ഇഷ്ടമായി. ഷേക്ക് മാത്രമല്ല, വന്ന ബാക്കിയുള്ള ഐറ്റംസും ഞങ്ങൾക്ക് ഇഷ്ടമായി. അത്യാവശ്യം 45 രൂപയുടെ ഷേക്ക് നല്ല വെർത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും മൊമോസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി. നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇതിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഷേക്ക് തരും. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതല്ല, അവർ തന്നെ പറഞ്ഞതാണ്. അവർ ഞങ്ങളോട് പറഞ്ഞതല്ല, അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫുഡ് വ്ളോഗൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുന്നത് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ സൈഡ് വഴി ഇങ്ങനെ പോയി അവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് 2-3 ഫോട്ടോസ് എടുക്കണം, തിരിച്ചു പോരണം, അതൊക്കെയായിരുന്നു പ്ലാനിങ്. അപ്പോൾ ഞങ്ങൾ പോണ വഴി ഞങ്ങളുടെ ചില വെടലത്തരങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക.